and for his sheep he doth the same. നിങ്ങളെല്ലാവരെയും ഈ ആരാധനയിലേക്ക് വളരെ വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഇത് ഉൾക്കൊണ്ട് സ്തോത്രത്തോടുകൂടി ആരാധനയിൽ പങ്കുചേരുന്നവരെയും സർവശക്തിയുള്ള ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്കെല്ലാവർക്കും കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരുവിൻ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയം ഉള്ളവനല്ലോ. അവൻ അനർത്ഥത്തെ കുറിച്ച് അനുദപിക്കും. യേശു പറഞ്ഞു, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശെടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. എന്നാൽ ഞങ്ങളുടെ വായ് നിന്റെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദിയെങ്കിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. കർത്താവിന്റെ അത്താഴ ശുശ്രൂഷാക്രമത്തിൽ നിന്ന് അത്താഴ ശുശ്രൂഷ ഭാഗം ഒഴിച്ച് ചില ഭാഗങ്ങൾ നമുക്ക് ഇന്നത്തെ ആരാധനയ്ക്കായി ഉപയോഗിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, നിനക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകല ആഗ്രഹങ്ങളും അറിയപ്പെട്ടവയും നിന്നിൽ നിന്ന് രഹസ്യങ്ങളൊന്നും മറവല്ലാത്തതുമാകുന്നുവല്ലോ. ഞങ്ങൾ നിന്നെ പൂർണ്ണമായി സ്നേഹിപ്പാനും നിന്റെ പരിശുദ്ധ നാമത്തെ യോഗ്യമായി മഹത്വപ്പെടുത്തുവാനും നിന്റെ പരിശുദ്ധാത്മാവിന്റെ നിശ്വാസത്താ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം വെടിപ്പാക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അരുളി ചെയ്തത്, ഇസ്രായേലേ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് കർത്താവാകുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണതയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കേണ്ടതാകുന്നു. ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തെ അതിനോട് സമം, അതായത് നിന്റെ കൂട്ടുകാരൻ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇവയിൽ വലുതായ വേറെ കൽപ്പനയും ഇല്ല. ഈ രണ്ട് കൽപ്പനകളിൽ സഹനായ പ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടായി ഈ കൽപ്പനയെ കാപ്പാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ വണക്കണമേ. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിലില്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ ദൈവം നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നുവെന്ന് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. നമുക്ക് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ നിനക്ക് ഞങ്ങൾക്കാർക്കും വിരോധമായി പാപം ചെയ്തിരിക്കുന്നുവെന്ന് ഏറ്റു പറയുന്നു. ഞങ്ങൾ പ്രകാശത്തിലല്ല ഇരുട്ടിലത്രേ നടന്നിരിക്കുന്നത്. ഞങ്ങൾ കർത്താവിന് നാം ഉച്ചരിക്കുന്നെങ്കിലും ഞങ്ങൾ അനീതി വിട്ടകന്നിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. യേശുക്രിസ്തുവും സകല പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ വെടിപ്പാക്കണമേ. ഞങ്ങളെ മനോസാക്ഷികളെ ഉണർത്തണമേ. മറ്റുള്ളവരോട് ഹൃദയപൂർവ്വം ക്ഷമിപ്പാൻ തക്ക പ്രാപ്തി ഞങ്ങൾക്ക് നൽകണമേ. നിന്റെ നാമത്തിന്റെ മഹത്വത്തിനാ ജീവന്റെ പുതുക്കത്തിൽ മേലാൽ നിന്നെ സേവിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന്
ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സത്യമായി ക്രിസ്തുവിൽ കൂടെ തങ്കിലേക്ക് തിരിയുന്ന എല്ലാവരോടുമുള്ള ദൈവത്തിന്റെ കൃപാമൊഴി കേൾപ്പിൻ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന അവന് നശിച്ചു പോകാൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിച്ചു. ക്രിസ്തേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു, നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിന്റെ പാപത്തിനും തന്നെ. മനഃപൂർവമായ മാനസാന്തരത്തോടും സത്യവിശ്വാസത്തോടും തങ്ങളിലേക്ക് തിരികെയും തങ്ങളുടെ സഹോദരോട് ക്ഷമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പാവചനം നൽകുമെന്ന് തന്റെ മഹാകരുണയാൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗസ്ഥ പിതാവായ സർവശക്തിയുള്ള ദൈവം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമ്മോട് കരുണയുണ്ടായി നമ്മുടെ സകല പാപങ്ങളും ക്ഷമിച്ച് അവയിൽ നമ്മെ വിടുവിച്ച് സകല നന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തി നമ്മെ നിത്യജീവങ്കിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. ആമേൻ. ദൈവമേ, നിനക്ക് സ്തോത്രം. ദൈവവചന ശുശ്രൂഷ കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ, നിങ്ങളോടുകൂടെയും. നോമ്പിൽ ഒന്നാം ഞായർ അസ്പർശ്യരെ സ്പർശിക്കുക. പ്രാർത്ഥിക്കാം. സമത്വത്തിന്റെ ദൈവമേ, നിന്റെ സാഹചര്യത്തിൽ ഞങ്ങളെ സൃഷ്ടിച്ചതിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ വർണ്ണ വർഗ ജാതി ഭേദങ്ങളാൽ ഭിന്നിച്ച് നിന്റെ സാഹചര്യത്തെ ഞങ്ങൾ വികലമാക്കിയല്ലോ. നിന്റെ പുത്രനായ യേശുക്രിസ്തു തൊട്ടുകൂടാത്തവരെന്ന് മുദ്ര കുത്തപ്പെട്ടവരെ തൊട്ടുകൊണ്ട് എല്ലാ വേർതിരിവുകളെയും അവസാനിപ്പിച്ചു. യേശു അംഗീകരിക്കേണ്ടവരെ അംഗീകരിക്കുകയും ആരും സംസാരിക്കാത്തവരോട് സംസാരിക്കുകയും അനേകരെ ബന്ധങ്ങളിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു. ഇന്ന് ജീവിതം നിഷേധിക്കപ്പെട്ടവർക്ക് ജീവിതത്തിന്റെ പൂർണ്ണ നൽകി അവരെ ഉറപ്പാക്കുവാൻ നിന്റെ ശക്തി ഞങ്ങളിൽ പകരണമേ. പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. Today's first lesson is taken from 2 Kings chapter 5 verses 1 to 10. Naaman, the commander of the Syrian army, was highly respected and esteemed by the king of Syria, because through Naaman, the Lord had given victory to the Syrian forces. He was a great soldier, but he suffered from a dreaded skin disease. In one of their raids against Israel, the Syrians had carried off a little Israelite girl, who became a servant of Naaman's wife. One day she said to her mistress, "I wish that my master could go to the prophet who lives in Samaria. He would cure me of this disease." When Naaman heard of this, he went to the king and told him what the girl had said. The king said, "Go to the king of Israel and take this letter to him." So Naaman set out, taking 30,000 pieces of silver, 6,000 pieces of gold, and 10 changes of fine cloth. The letter that he took read, "This letter will introduce my officer Naaman. I want you to cure him of his disease." When the king of Israel read the letter, he tore his clothes in dismay and exclaimed, "How can the king of Syria expect me to cure this man? Does he think I am God, with the power of life and death? It's plain that he is trying to start a quarrel with me." When the prophet Elisha heard what had happened, he sent word to the king, "Why are you so upset? Send a man to me, and I'll show him that there is a prophet in Israel." So Naaman went with his horses and chariot, and stopped at the entrance to Elisha's house.
Elijah sent a servant out and to tell him to go wash himself 7 times in the river Jordan, and he would be completely cured of his disease. Here ends the first lesson. Thanks be to thee, O God. Today's psalm is taken from Psalm 10, verse 1 to 12. Psalm 10, verse 1 to 12. Why, O Lord, do you stand far off? Why do you hide yourself in times of trouble? In his arrogance, the wicked man hunts down the weak, who are caught in the schemes he devises. He boasts of the cravings of the heart. He blesses the greedy and reviles the Lord. In his pride, the wicked does not seek him. In all his thoughts, there is no room for God. His ways are always prosperous. He is haughty, and your laws are far from him. He sneers at all his enemies. He says to himself, "Nothing will shake me. I will always be happy and never have trouble." His mouth is full of curses and lies and threats. Trouble and evil are under his tongue. He lies in wait near the villages. From ambush, he murders the innocent, watching in secret for his victims. He lies in wait like a lion in cover. He lies in wait to catch the helpless. He catches the helpless and drags them off his net. His victims are crushed. They collapse. They fall under his strength. He says to himself, God has forgotten. He covers his face and never sees. Arise, Lord, lift up your hands, O God. Do not forget the helpless. Glory be to the Father, and to the Son, and to the Holy Spirit. As it was in the beginning, is now, and ever shall be, world without end. Amen. Today's second lesson is taken from the book of Hebrews, chapter 13, verses 8 to 17. Jesus Christ is the same yesterday and today and forever. Do not be carried away by all kinds of strange teachings. It is good for our heart to be strengthened by grace, not by ceremonial foods, which are of no value to those who eat them. We have an altar from which those who minister at the tabernacle have no right to eat. The high priest carries the blood of animals into the most holy place as a sin offering, but the bodies are burnt outside the camp. And so Jesus also suffered outside the city gate to make the people holy through his own blood. Let us then go to him outside the camp, bearing the disgrace he bore. For here we do not have an enduring city, but we are looking for the city that is to come. Through Jesus, therefore, let us continually offer to God a sacrifice of praise, the fruit of lips that confess his name. And do not forget to do good and to share with others, for with such sacrifices God is pleased. Obey your leaders and submit to their authority. They keep watch over you as men who must give an account. Obey them so that their work will be a joy, not a burden, for that would be of no advantage to you. Here ends the second lesson. Thanks be to thee, O God. The Gospel reading for today is taken from the book of Matthew, chapter 8, verses 1 to 4. I repeat, Matthew 8, 1 to 4. When he came down from the mountainside, large crowds followed him. A man with leprosy came and knelt before him and said, "Lord, if you are willing, you can make me clean." Jesus reached out his hand and touched the man. "I am willing," he said. "Be clean." Immediately he was cured of his leprosy. Then Jesus said to him, "See that you don't tell anyone, but go, show yourself to the priest and offer the gift Moses commanded, as a testimony to them." Here ends the Gospel reading. Praise be to thee, O Christ. ഇന്നേക്കുള്ള പ്രത്യേക പ്രാർത്ഥനകൾ, പ്രത്യേകിച്ച് ബർത്ത്ഡേസ്, മിസ് ഫാൻസി ബോബി മാത്യു, മിസ് ആഞ്ചലീന മേരി സോളമൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഒരു വർഷം കൂടെ ദൈവം ദാനം ചെയ്തതിനായി ദൈവത്തെ സ്തുതിക്കുന്നു.
പ്രവേശിച്ചിരിക്കുന്ന ആ വർഷം അനുഗ്രഹത്തിന്റെയും സമാധാനത്തിന്റെയും വർഷമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടുകൂടി അവിടുത്തെ മക്കൾ ജീവിക്കാൻ അങ്ങ് സഹായിക്കണമേ. ജീവിതം വരെ ഭവനത്തിനും ആലയത്തിനും സമൂഹത്തിനും നന്മയുള്ളതായും നല്ലതായും തീരുവാൻ അങ്ങ് സഹായിക്കണമേ. അവരുടെ ഭാവി അങ്ങ് ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം ദൈവം നടത്തിയ വിധങ്ങളെ ദൈവത്തെ സ്തുതിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. കർത്താവെ, അവരെ അങ്ങ് ആശീർവദിക്കണമേ. അവരുടെ വേദനകളെ മാറ്റിയതുകൊണ്ടും രോഗങ്ങളെ ചുമന്നതുകൊണ്ടും ജീവിതത്തിൽ വിജയം നൽകിയതുകൊണ്ടും നന്ദിയോടുകൂടെ സ്തോത്രം അർപ്പിക്കുന്നു. അതുപോലെ ഇന്ന് വേദനകളിൽ ഭാരങ്ങളിൽ ആരെങ്കിലും കർത്താവെ കൂട്ടായ്മയിൽ ചേർന്നിരിക്കുന്നുവെങ്കിൽ അവരെയും ആശ്വസിപ്പിക്കുകയും സാന്ത്വനപ്പെടുത്തുന്ന അവിടുത്തെ ശബ്ദം കേൾപ്പിച്ച് അനുഗ്രഹിക്കുന്ന അവിടുത്തെ കരം സ്പർശിച്ച് ബലപ്പെടുത്തുന്ന അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ ശക്തി അവരിൽ വ്യാപരിച്ച് ഉറപ്പും ധൈര്യവുമുള്ളവരായി തീരുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അങ്ങ് ആശീർവദിക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. Pass me not, O gracious Savior, hear my humble cry. While on others thou art calling, do not pass me by. Savior, Savior, hear my humble cry. While on others thou art calling, do not pass me by. Let me at the throne of mercy find a sweet relief. Kneeling there in deep contrition, help my unbelief. Savior, Savior, hear my humble cry. While on others thou art calling, do not pass me by. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന കർത്താവെ, അവിടുത്തെ വചനമെന്ന വിശിഷ്ടദാനത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കോളിളക്കമുള്ള പ്രതിസന്ധിയുള്ള ഈ ലോക ജീവിതത്തിൽ അവിടെ ഞങ്ങളോട് സംസാരിച്ചില്ല എങ്കിൽ ഞങ്ങളുടെ ജീവിതം തകർന്നു പോകും, സംഘർഷം നിറഞ്ഞതാകും. അങ്ങ് ഇടപെട്ടില്ല എങ്കിൽ ലോകം സങ്കീർണ പ്രശ്നങ്ങളാൽ വീണ്ടും കർത്താവെ നാശത്തിലേക്ക് പോകും. അതുകൊണ്ട് മനസ്സലിയുകയും ഇടപെടുകയും ഈ കാലഘട്ടങ്ങളിൽ ഞങ്ങളോട് സംസാരിക്കുകയും യേശുവിൻ്റെ ക്രൂശിൻ്റെ അനുഭവങ്ങളോട് ചേർന്നിരിപ്പാൻ ഞങ്ങളെ ഒരുക്കുകയും കർത്താവെ പുറമേയുള്ള ഭക്തി പ്രകടനങ്ങൾ കാണിക്കുന്നതിൽ ഉപരി ഞങ്ങളുടെ ആന്തരികമായ ജീവിതത്തിൽ ഹൃദയത്തിൽ കർത്താവെ അതിൻ്റെ പ്രവൃത്തികൾ നിറഞ്ഞ് വരുവാനും അത് സമൂഹത്തിൽ വ്യാപരിപ്പാനും അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയൻ്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിലെ ചിന്തകളും അങ്ങേക്ക് ഇഷ്ടകരമായിരിക്കാൻ സഹായിക്കണമേ. ആമേൻ. ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായ വിഷയം അസ്പർശ്യരെ സ്പർശിക്കുക, ടച്ചിങ് ദി അൺടച്ചബിൾ. യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തിയിലൂടെ ജീവിതത്തിലൂടെ നോക്കി എല്ലാ തരത്തിലും വെറുക്കപ്പെട്ടവരെ, തഴയപ്പെട്ടവരെ, സ്നേഹത്തിന് വേണ്ടി ആദരവിന് വേണ്ടി ദാഹിക്കുന്നവരെ ആദരിക്കുവാനും യേശുവിൻ്റെ സ്നേഹം പകരുവാനും ഇന്നത്തെ വചനം നമ്മോട് ആഹ്വാനം ചെയ്യുന്നു.
ഇന്നത്തെ സുവിശേഷ വേദഭാഗത്ത് പറഞ്ഞിരിക്കുന്ന മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 4 വരെ പറഞ്ഞിരിക്കുന്ന വേദഭാഗം മർക്കോസ് സുവിശേഷം 1-ാം അധ്യായം 40 മുതൽ 45 വരെയും ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 12 മുതൽ 16 വരെയുമുള്ള ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബൈബിൾ പറയുന്നതനുസരിച്ച് കുഷ്ഠരോഗം നാം മനസ്സിലാക്കുന്നതിന് ചില പ്രത്യേകതകളുണ്ട്. ഇന്ന് പറയുന്ന കുഷ്ഠരോഗവും വേദപുസ്തകത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ട കുഷ്ഠരോഗവും തമ്മിൽ അന്തരമുണ്ട്. ഹാൻസന്റെ അസുഖം എന്ന് അറിയപ്പെടുന്ന രോഗത്തെയാണ് കുഷ്ഠരോഗം എന്ന് വിളിക്കുന്നത്. കാരണം ഹാൻസൻ എന്ന ഡോക്ടറാണ് അതിന് കാരണമായ ബാക്ടീരിയ കണ്ടുപിടിച്ചത്. എന്നാൽ തൊലിപ്പുറത്ത് ഉണ്ടാകുന്ന ചുമന്ന് തടിച്ച സോറിയാസിസ്, അതുപോലെ തന്നെ ശിരോചർമ്മത്തെ ബാധിക്കുന്ന ഫേവസ് തുടങ്ങിയവയെല്ലാം വേദപുസ്തക അടിസ്ഥാനത്തിൽ കുഷ്ഠരോഗത്തോട് ചേർന്ന് ചിന്തിക്കുന്നവയാണ്. എന്നാൽ അന്നത്തെ കാലഘട്ടത്തിൽ കുഷ്ഠരോഗം സൗഖ്യപ്പെടുന്ന ഒരു രോഗമായി പരിഗണിച്ചിരുന്നില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ളവർക്ക് ക്വാറന്റൈൻ, ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് വസിക്കണം എന്ന് നിഷ്കർഷിച്ചിരുന്നു. കീറിയ വസ്ത്രം ധരിക്കുക, മുടി ചീകാതിരിക്കുക, മേൽചുണ്ട് തുണി കൊണ്ട് മറയ്ക്കുക, വഴി നടക്കുമ്പോൾ അശുദ്ധർ അശുദ്ധർ എന്ന് വിളിച്ചു പറയുക എന്നുള്ള രീതി വളരെ നിഷ്കർഷയായി കൽപ്പിച്ചിരുന്നു. കഠിനമായ ഒറ്റപ്പെടുത്തൽ അവർ അനുഭവിച്ചിരുന്നു എന്ന് ലേവ്യ പുസ്തകം 13-ാം അധ്യായം 1 മുതൽ 44 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ നാം ഗ്രഹിക്കുന്നു. യേശു ഗിരിപ്രഭാഷണം കഴിഞ്ഞ് മലയിൽ നിന്ന് ഇറങ്ങി താഴ്വരയിലേക്ക് വരുന്നു. വലിയ ജനം യേശുവിനെ അനുഗമിച്ചു. അനുഗമിക്കുന്നവരാണല്ലോ യഥാർത്ഥത്തിൽ സഭ എന്ന് പറയുന്നത്. അങ്ങനെ വലിയൊരു സമൂഹം യേശുക്രിസ്തുവിനെ അനുഗമിച്ചു. ഒരുപക്ഷെ അവരുടെ മനസ്സിൽ ആ മലയുടെ മുകളിൽ യേശുക്രിസ്തു പ്രസംഗിച്ച പ്രസംഗത്തിൻ്റെ പ്രവൃത്തികൾ എന്താണെന്നറിയുവാനുള്ള താല്പര്യമുണ്ടായിരുന്നു കാണും. അതുകൊണ്ടായിരിക്കും അനേകം ആളുകൾ യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ വന്നത്. മലയിൽ വചനം പങ്കുവച്ച യേശു യാചിക്കുന്ന കുഷ്ഠരോഗിക്ക് ഒഴുകുന്ന സ്നേഹം പങ്കുവയ്ക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷ വേദഭാഗം. അവൻ യേശുവിൻ്റെ അടുത്ത് വന്ന് താണു വീണ് നമസ്കരിച്ചു. പ്രത്യേക രീതിയിൽ ഒറ്റയ്ക്കായിരുന്ന അവൻ എങ്ങനെയോ മതിൽക്കെട്ടുകളെ ഭേദിച്ച് പുറത്തു വന്ന് യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന് അവനെ നമസ്കരിച്ചു. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. A leper came to him and knelt before him, saying, Lord, if you will, you can make me clean. എന്ന് വേദപുസ്തകത്തിൽ നിന്ന് നാം വായിക്കുന്നു. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. അവൻ്റെ സംബോധന തന്നെ യേശു ദൈവം എന്നുള്ളതാണ്. കർത്താവെ, അങ്ങ് ദൈവമാണ്, ദൈവത്തെയാണ് കർത്താവെ എന്ന് ഉച്ചരിക്കുന്നത്. മറ്റെല്ലാ രോഗങ്ങളെയും സൗഖ്യമാക്കുവാൻ കഴിയും എന്ന് പറയുമ്പോൾ കുഷ്ഠരോഗത്തെ ശുദ്ധമാക്കുവാൻ യേശുവിന് കഴിയുമെന്നതിൻ്റെ സാരം നാം ഗ്രഹിച്ചിരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിയും, എന്നാൽ കുഷ്ഠരോഗത്തെ പറയുന്നത് ശുദ്ധമാക്കുവാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ കുഷ്ഠരോഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ശുദ്ധമാക്കുക എന്ന പദം ചേർത്തിരിക്കുമ്പോൾ ഈ രോഗത്തെ പാപത്തോട് ചേർത്ത് ചിന്തിച്ചിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. അതായത് പാപം കുഷ്ഠം പോലെയാണ്. ഇത് മനുഷ്യനെ സ്വയമായി ശുദ്ധീകരിപ്പാൻ കഴിയാത്ത ഒന്നാണ് എന്ന് നാം വായിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ അദ്ദേഹത്തിന് ദർശനം ഉണ്ടായപ്പോൾ ആ ദർശനം കണ്ട പ്രവാചകൻ ഇങ്ങനെ പറയുകയാണ്, For I am lost, I am a man of unclean lips, and I dwell in the midst of unclean lips, for my eyes have seen the King, the Lord of hosts. One of the seraphim flew to me, having in his hand a burning coal that he had taken with tongues
from the altar, and he touched my mouth and said, Behold, this has touched your lips. Your guilt is taken away and your sin atoned for. ഞാൻ അശുദ്ധനായ മനുഷ്യൻ, ഞാൻ നശിച്ചു എന്ന് നിലവിളിച്ചപ്പോൾ കുഴൽ കൊണ്ടുവന്ന് സാറാഫിൽ ഒരുവൻ അവൻ്റെ നാവിനെ തൊട്ടപ്പോൾ അവൻ ശുദ്ധീകരണം പ്രാപിച്ചു എന്ന് നാം വായിക്കുന്നു. പാപവും കുഷ്ഠവും ഒരുപോലെ രീതിയിൽ ചിന്തിച്ചിരുന്നു എന്ന് സാരം. ഇവിടെ യേശു അവൻ്റെ നിലവിളി കേട്ടപ്പോൾ കൈ നീട്ടി അവനെ സ്പർശിച്ചു. ഇന്നത്തെ പഴയ നിയമവേദ ഭാഗത്ത് സിറിയ രാജാവിൻ്റെ പടയാളികളിൽ പ്രമുഖനായ നയമാൻ തൻ്റെ കുഷ്ഠരോഗം ശുദ്ധമാക്കുവാനായി എലിശാ പ്രവാചകന്റെ അടുക്കിലെത്തിയതും രാജാവിൻ്റെ സന്നിധിയിൽ നിന്ന് കത്തും പ്രത്യേകിച്ച് പാരിതോഷികമായി പ്രവാചകന് അല്ലെങ്കിൽ ഈ രോഗം സൗഖ്യപ്പെടുത്തുന്ന വ്യക്തിക്ക് നൽകുവാനായി സമ്മാനങ്ങളുമായി അടുക്കൽ വന്നു. പക്ഷെ പ്രവാചകൻ പറഞ്ഞു, എന്താ പറഞ്ഞത്? നൈൽ നദിയിൽ പോയി 7 പ്രാവശ്യം മുങ്ങി യോർദാനിൽ പോയി 7 പ്രാവശ്യം മുങ്ങിയാൽ നിന്റെ രോഗം മാറുമെന്ന് പ്രവാചകൻ പറയുകയുണ്ടായി. പക്ഷെ നയമാൻ വിചാരിച്ചു പ്രവാചകൻ കരം വീശി സുഖപ്പെടുത്തുമെന്നാണ്. പക്ഷേ നയമാന്റെ ചിന്താഗതിക്ക് വ്യത്യസ്തമായി ഇവിടെ പ്രവർത്തിക്കുന്നതായി നാം മനസ്സിലാക്കുന്നു. എന്തുകൊണ്ടെന്നാൽ പ്രവാചകനോ പുരോഹിതനോ ഒരു സാധാരണ ഇസ്രായേലിനോ ഒരു കുഷ്ഠരോഗിയെയോ ശവശരീരത്തെയോ തൊടാൻ പാടില്ല. തൊട്ടാൽ അശുദ്ധനാകും. എന്നാൽ യേശു ഇവിടെ കൈനീട്ടി അവനെ തൊട്ടു. ഉടനെ അവൻ്റെ കുഷ്ഠരോഗം മാറി എന്ന് നാം ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നു. ഉടനെ അവൻ ശുദ്ധനായി എന്ന് നാം വായിക്കുന്നു. And Jesus stretched out his hand and touched him, saying, I will be clean. And immediately his leprosy was cleaned. എന്ന് നാം വായിക്കുന്നു. And immediately his leprosy was cleansed. അവൻ്റെ കുഷ്ഠരോഗം പരിപൂർണമായി സൗഖ്യം പ്രാപിച്ചു എന്ന് നാം അറിയുന്നു. സാധാരണയായി നാം ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ പലപ്പോഴും ദൈവം കൈനീട്ടുന്നത് ശിക്ഷിക്കുവാനാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 25-ാം വാക്യവും യിരെമ്യാവ് 15-6 പുറപ്പാട് 6-14 ഒക്കെ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൈനീട്ടുന്നത് ശിക്ഷയ്ക്ക് വേണ്ടി എന്ന് നാം മനസ്സിലാക്കുന്നു. ഇവിടെ അനുഗ്രഹത്തിന് വേണ്ടി യേശു കൈനീട്ടി തൊട്ടു എന്ന് നാം അറിയുന്നു. അവൻ്റെ പ്രാർത്ഥനയിൽ, കർത്താവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കും, എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന അവൻ്റെ പ്രാർത്ഥനയിൽ ഡിമാൻഡൊന്നുമില്ല, പരീക്ഷകളൊന്നുമില്ലായിരുന്നു. നീ ദൈവമാണെങ്കിൽ എനിക്ക് സൗഖ്യം ലഭിക്കുമെന്നുള്ള സംബോധനയും ഇല്ലാതിരുന്നു. നിനക്ക് കഴിയും എന്നെ സൗഖ്യമാക്കുവാൻ എന്ന ധ്വനി അവൻ്റെ പ്രാർത്ഥനയിൽ ഉണ്ടായിരുന്നു. വിശ്വാസവും ഭക്തിയും ധ്വനിപ്പിക്കുന്നതായിരുന്നു അവൻ്റെ ആരാധന. മനസ്സുണ്ടെങ്കിൽ എന്ന വാക്ക് നമുക്ക് കേൾക്കാനായി കഴിയുന്നു. യേശുവിൽ നിന്ന് തീരുമാനം വരുന്നു. പ്രത്യേകിച്ച് സൗഖ്യമാക്കുവാനുള്ള, ശുദ്ധമാക്കുവാനുള്ള തീരുമാനം യേശുവിന് അവൻ വിട്ടുകൊടുക്കുന്നു എന്ന് നാം ദൈവവചനത്തിൽ വായിക്കുന്നു. മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശു വീണ്ടും പറയുന്നു, നോക്ക്, ആരോടും പറയരുത്. അവർക്ക് സാക്ഷ്യത്തിനായി നീ ചെന്ന് നിന്നെ തന്നെ പുരോഹിതനെ കാണിച്ച് മോശ കൽപ്പിച്ച വഴിപാട് കഴിക്കുക എന്ന് എഴുതിയിരിക്കുന്നു. ഇവൻ കുഷ്ഠരോഗിയാണെന്ന് പറഞ്ഞ് ഇവനെ പാളയത്തിനപ്പുറത്തേക്ക് അയച്ചത് പുരോഹിതന്മാരായിരുന്നു. അവിടുത്തെ നിയമം അങ്ങനെയായിരുന്നു. അങ്ങനെ പുരോഹിതൻ ഇവനെ രോഗിയാണെന്ന് പറഞ്ഞ് പാളയത്തിലേക്ക് അയച്ചു. ഇനി പാളയത്തിനും തിരിച്ചു വരുന്നതിനും പുരോഹിതന്റെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പുരോഹിതന്റെ സമ്മതം ആവശ്യമാണ് എന്ന് നാം ഇസ്രായേലിലെ നിയമങ്ങൾ പഠിക്കുമ്പോൾ ഗ്രഹിക്കാൻ സാധിക്കുന്നു. ലേവ്യ പുസ്തകം 14-ാം അധ്യായം 5 മുതൽ 7 വരെ എഴുതിയിരിക്കുന്ന ഭാഗങ്ങളിൽ ഇവനിനി തിരിച്ചു വരണമെങ്കിൽ ഇവൻ കാഴ്ച അർപ്പിക്കേണ്ടതായിട്ടുണ്ട്. 2 പക്ഷികൾ, ചുമന്ന പട്ടുനൂൽ, ദേവദാര്, ഇതുപോലുള്ള അർപ്പണങ്ങൾ, ശുദ്ധജലത്തിൽ ഇസോപ്പ് ചെടി ചേർത്ത് കൊന്ന പക്ഷിയുടെ രക്തത്തിൽ മുക്കി അശുദ്ധനായ രോഗിയുടെ പുറത്ത് തെളിക്കണം. ഒരു ജീവനുള്ള പക്ഷിയെ പറത്തി വിടുകയും ചെയ്യണം. ഇത് ജനത്തിന് സാക്ഷ്യമായിരിക്കണം. ശുദ്ധീകരണ നിയമം അനുസരിച്ച് പ്രവർത്തിക്കണം. അതുമാത്രമല്ല, കുറേ സമയം ഇവനെ സൂക്ഷ്മമായി വീക്ഷിക്കുവാൻ കരുതി പ്രത്യേകം താമസിപ്പിക്കണം.
ഇങ്ങനെയുള്ള അന്നത്തെ സാഹചര്യത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും അവൻ ചെയ്ത് അവൻ ശുദ്ധനാണെന്ന് തെളിഞ്ഞാൽ മാത്രമേ അവന് സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ വരുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് യേശു പറഞ്ഞു, പോയി നിന്നെ തന്നെ പുരോഹിതന് കാണിക്കുക. ന്യായപ്രമാണം നീക്കുവാനല്ല, ന്യായപ്രമാണം കൂടുതൽ പ്രബലപ്പെടുത്തുവാനും ശക്തീകരിക്കുവാനായി യേശുക്രിസ്തു വന്നു എന്ന് നാം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് വായിക്കുന്നു. എബ്രായ ലേഖനം നാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ അതേ ശുദ്ധീകരണ അധികാരം യേശുക്രിസ്തുവിൻ്റെ രക്തത്തിന് ഉള്ളതായി നാം എബ്രായ ലേഖനം 11-ാം അധ്യായം 8-ാം വാക്യം മുതൽ തുടങ്ങി നമുക്ക് വായിക്കുമ്പോൾ 12-ഉം 13-ഉം വാക്യങ്ങളെ ചേർത്ത് വായിക്കുമ്പോൾ നാം ഗ്രഹിക്കുന്നു. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫാർ എവർ. നമ്മെ ശുദ്ധീകരിക്കുവാൻ യേശുക്രിസ്തു ശക്തനാണ് എന്ന് വളരെ ഉറപ്പിച്ച് പറയുവാൻ എബ്രായ ലേഖനൻ തൻ്റെ ലേഖനത്തിലൂടെ ശ്രമിക്കുന്നതായി നാം ഗ്രഹിക്കുന്നു. നാം ഈ സബ്ജക്റ്റിൽ കുഷ്ഠരോഗം മാത്രമല്ല കുഷ്ഠരോഗികളെ മാത്രമല്ല യേശുക്രിസ്തു തൊട്ടത്, തൊടാത്തതിനെ തൊടുകയും ആദരിക്കാത്തതിനെ ആദരിക്കുകയും ഒക്കെ ചെയ്ത സ്വഭാവം യേശുക്രിസ്തുവിൽ നിന്ന് നാം ഗ്രഹിക്കുന്നു. 1936 വരെ താഴ്ന്ന ജാതിക്കാർക്ക് മാറുമറയ്ക്കുവാനോ മുട്ടിന് താഴെ മുണ്ടുടുക്കുവാനോ അനുവാദമില്ലായിരുന്നു. അമ്പലത്തിൽ പ്രവേശനമില്ല. നഗരങ്ങളിൽ അവർ ചേരികളിലാണ് താമസിച്ചിരുന്നത്. താഴ്ന്ന ജോലികളെ അവർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പൊതുകിണറ്റിൽ നിന്ന് അവർക്ക് വെള്ളം കുടിച്ചുകൂടാ. ഇപ്പോഴും ആനത്തടം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഐത്തമൂല എന്ന ഒരു പുറമ്പോക്ക് സ്ഥലമുണ്ട്. ഉയർന്ന ജാതിക്കാർ അതുവഴി വരുമ്പോൾ താഴ്ന്ന ജാതിക്കാർക്ക് മാറി നിൽക്കുവാനുള്ള സ്ഥലമായിരുന്നു എന്നാണ് അത് അറിയപ്പെടുന്നത്. ഇന്നും ഉത്തരേന്ത്യയിലെ ചില ഗ്രാമങ്ങളിൽ ജനങ്ങൾക്ക് പൊതുസമൂഹത്തിൽ വരാൻ സാധിക്കാതെ മാറി താമസിക്കേണ്ടതായിട്ടുണ്ട്. അസ്പർശ്യത അവരിന്നും അനുഭവിക്കുന്നുണ്ട്. ഇന്നും അത് മാറിപ്പോയിട്ടില്ല. ഗാന്ധിജി പറഞ്ഞത് എവിടെയാണ് തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരും, എനിക്ക് അവരുടെ ഇടയിൽ താമസിക്കണം എന്ന ക്രിസ്തുവിൻ്റെ ജീവിതശൈലി ഗാന്ധിജി സ്വീകരിച്ചു എന്ന് നാം അറിയുന്നു. യേശു പാപികളോടും രോഗികളോടും കൂടെ ചുങ്കക്കാരോടും കൂടെ ജീവിക്കുകയും ഭക്ഷിക്കുകയും അവരെ തൊടുകയും വീട്ടിൽ ചേർത്തുകൊള്ളുകയും ഒക്കെ ചെയ്തു. ഇതിനെതിരായി യേശുക്രിസ്തു തൻ്റെ പ്രവൃത്തിയിലൂടെ പ്രവർത്തിച്ചു എന്ന് നാം അറിയുന്നു. ഇതാണ് യേശുക്രിസ്തുവിനെതിരായിട്ടുള്ള കുറ്റം പരീശന്മാർ പുറപ്പെടുവിച്ചിരുന്നത്. അവൻ പാപികളോടുകൂടി ജീവിച്ചു, അവരോടുകൂടി ഭക്ഷിച്ചു, അവരോടുകൂടി പാനം ചെയ്തു എന്ന്. സാധാരണ ഇന്ത്യൻ ചിന്താഗതി അനുസരിച്ചിട്ട് ബ്രഹ്മാവിൻ്റെ ശിരസിൽ നിന്ന് ബ്രാഹ്മണനും ഭുജത്തിൽ നിന്ന് ക്ഷത്രിയനും തുടയിൽ നിന്ന് വൈശ്യനും പാദത്തിൽ നിന്ന് ശൂദ്രനും ഉണ്ടായി എന്ന് അവർ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നത് ജനങ്ങൾ ജോലി ചെയ്യേണ്ടതായ രീതികളെക്കുറിച്ചാണ്, ചുമതലകളെക്കുറിച്ച് വേണ്ടിയാണ് ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടായത്, മതം അങ്ങനെ പഠിപ്പിച്ചത് എന്ന് പറയുമ്പോൾ അംബേദ്കർ പറയുന്നത് ടോട്ടൽ ഡിസ്ക്രിമിനേഷനുള്ള കാരണമായി തീർന്നു. ചെയ്യുന്ന പ്രവൃത്തികളുടെ ജാതിയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യനല്ലാതാക്കി തീർത്തു എന്ന് അദ്ദേഹം തൻ്റെ എഴുത്തുകളിലൂടെ തൻ്റെ പഠിപ്പിയിലൂടെ പങ്കുവയ്ക്കുന്നു. എന്നാൽ ഇവിടെ അശുദ്ധനായ വ്യക്തിയെ വിശുദ്ധനായ യേശുക്രിസ്തു സ്പർശിച്ചപ്പോൾ അവനിൽ നിന്നുള്ള അശുദ്ധി മാറി ശുദ്ധി ഉണ്ടായി എന്ന് നാം അറിയുന്നു. മാത്രമല്ല, ഈ വിശുദ്ധനെ തൊട്ടവർക്കും സൗഖ്യം ലഭിച്ചു. രക്തസ്രാവമുള്ള സ്ത്രീ വിശ്വാസത്തോടുകൂടി യേശുക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ അവൾക്ക് സൗഖ്യം ലഭിച്ചതായും ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ അസ്പർശ്യത നിറഞ്ഞിരുന്ന ലോകത്തിൽ സുവിശേഷം, യേശുവിൻ്റെ വചനങ്ങൾ വരുത്തിവെച്ച ആ വിപ്ലവം ഇന്നും അതൊരു ഫോഴ്സായി അല്ലെങ്കിൽ അതൊരു പവറായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എനിക്ക് ഓർമ്മ വരുന്നു, ഡോക്ടർ അംബേദ്കർ അദ്ദേഹം വിദ്യാർത്ഥിയായിരുന്നപ്പോൾ കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ വെള്ളം ഒരു പാത്രത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വായിലേക്ക് എറിഞ്ഞു കൊടുത്തു എന്ന് എനിക്ക് വായിക്കാനായി സാധിച്ചു. തൊട്ടുകൂടാത്തതിനെയും തീണ്ടിക്കൂടാത്തതിനെയും സ്പർശിക്കുകയും ചേർത്തുകൊള്ളുകയും ചെയ്തു. അടിമക്കച്ചവടം, വർഗീയ ഐത്തം, വംശീയ ഐത്തം, കണ്ടുകൂടായ്മ, ഒരുപക്ഷെ കണ്ടുപോയാൽ കുളിക്കണം, വെള്ളം കോരിക്കൂടാ, വെള്ളം കൊടുത്തുകൂടാ, റോഡുകളിൽ നടന്നുകൂടാ, ആരാധനാലയത്തിൽ പ്രവേശിച്ചുകൂടാ, വിദ്യാഭ്യാസം പാടില്ല, വേദോച്ചാരണം
ഉച്ചരിക്കാനും പാടില്ല, കേൾക്കാനും പാടില്ല. ഒരുപക്ഷെ കേട്ടാൽ ചെവിയിൽ ഈയം ഊതി ഒഴിക്കേണ്ടതായ നിയമം നിലനിന്നതായ സാഹചര്യം. കണ്ടാൽ കുളിക്കണം, മറച്ചുകൂടാ, മുണ്ടെടുക്കരുത്, തോർത്തെടുക്കാം, ചുരുക്കത്തിൽ മീശ വച്ചുകൂടാ. ഇങ്ങനെ എന്തെല്ലാം പ്രതിസന്ധികൾ ലോകത്തിൽ നിലവിലുണ്ടായിരുന്നു. പക്ഷേ സുവിശേഷം ഇതിനെല്ലാം മാറ്റമുണ്ടാക്കി എന്ന് നാം ഓർത്തിരിക്കണം. കുമാരനാശാന്റെ ചണ്ടാല വിശുക്കി എന്ന കവിതയിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. ദാഹത്തോടുകൂടി വന്ന ഒരു സന്യാസി വെള്ളം ചോദിക്കുകയാണ്. അപ്പോൾ ആ താണജാതിയിൽപ്പെട്ട സ്ത്രീ അതിന് ഉത്തരം പറയുകയാണ്. എന്താണ് പറയുന്നത്? വെള്ളം ചോദിക്കുന്നു ബുദ്ധസന്യാസി. അവൾ ഉത്തരം പറയുന്നു, കോപമേലരുതേ ജലം തന്നാലും പാപമുണ്ടാം ഇവളൊരു ചണ്ടാലി, ഗ്രാമത്തിൻ പുറത്തിങ് വസിക്കുന്ന ചാമർനായകൻ തൻ്റെ കിടാത്ത് ഞാൻ, എന്നോട് കോപിക്കരുത്, ഞാൻ വെള്ളം തന്ന പാപമുണ്ട്, എൻ്റെ അപ്പൻ ചാമർനായകനാണ്, അദ്ദേഹത്തിൻ്റെ പുത്രിയാണ് ഞാൻ. അപ്പോൾ സന്യാസി അങ്ങോട്ട് ചോദിക്കുകയാണ്, ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നീർ നാവ് വരണ്ടവോ, ഭീതി വേണ്ട തരികതെനിക്ക് നീ. ഞാൻ ജാതിയല്ലല്ലോ ചോദിച്ചത്, വെള്ളമല്ലേ ചോദിക്കുന്നത്. എൻ്റെ നാവ് വരണ്ടാണ് ഞാൻ വെള്ളം ചോദിക്കുന്നതെന്ന് മറുപടി പറയുന്നു. അന്ന് ലോകത്തിൽ നിലനിന്ന, പ്രത്യേകിച്ച് ജനങ്ങളുടെ ഇടയിൽ നിലനിന്ന ആ സാഹചര്യങ്ങളെ ചേർത്ത് കുമാരനാശാൻ എഴുതുന്ന കവിതയാണ് ഈ പ്രസ്തുത കവിത. എന്തുകൊണ്ടാണ് അംബേദ്കർക്ക് അന്നത്തെ ഹിന്ദുമതത്തെയോ ക്രിസ്തുമതത്തെയോ സ്വീകരിക്കാത്തത്? അതിനകത്ത് അന്നുണ്ടായിരുന്ന കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് വളരെ അപകടകരമായ ഒന്നാണ്. ക്രിസ്ത്യാനികളായെങ്കിലും അന്നും ഇന്നും ചില ഭാഗങ്ങളിൽ ആ ഡിസ്ക്രിമിനേഷൻ നിന്നു പോയിട്ടില്ല. അതുകൊണ്ട് സഭ ഇനി വളരെ ശ്രദ്ധയോടുകൂടി കൂടുതൽ സഞ്ചരിക്കണം എന്ന് ഈ കാലഘട്ടങ്ങളിൽ, പ്രത്യേകിച്ച് നോമ്പ് കാലഘട്ടങ്ങളിൽ നാം ഓർക്കണം. കുഷ്ഠരോഗം പിടിപെട്ട ഒരു കൂട്ടം ആളുകളെ ഹാവായ് ഗവൺമെൻറ് മൊളോക്കയിലേക്ക് നാടുകടത്തി. ഈ രോഗികളെ ശുശ്രൂഷിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. ആവശ്യം സഭാ കൗൺസിലിന് വന്നു. ആര് ഇവർക്ക് വേണ്ടി പോകുമെന്നുള്ള ചോദ്യമുണ്ടായി. ആരും പ്രതികരിക്കാതിരുന്നു. ഒടുവിൽ കോമളനായ യുവാവായ പട്ടക്കാരൻ ഫാദർ ഡാമിൻ, ഞാൻ പോകാം, അവിടെ പോയി അവരെ ശുശ്രൂഷിച്ചു. ഒടുവിൽ ഒരു കുഷ്ഠരോഗിയായി ആ മണ്ണിൽ മരിച്ചു. മിഷണറിമാർ തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ എന്തുമാത്രം സേവനം ചെയ്തു എന്ന് ഓർത്തിരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. തമിഴ്നാട്ടിൽ കുളച്ചലിൽ CSIയുടെ കീഴിൽ ഇന്നും ഒരു കുഷ്ഠരോഗ ആശുപത്രി പ്രവർത്തിക്കുന്നു. ഇതുപോലെ ആതുര സേവനം ചെയ്യുവാനായി, തൊടാത്തതിനെ തൊടുവാനായി, അവരെ മുഖ്യധാരയിൽ കൊണ്ടുവരുവാനായി പ്രവർത്തിച്ച ആ പദ്ധതി യേശുക്രിസ്തുവിൽ നിന്ന് ഉടലെടുത്തതാണ് എന്ന് നാം അറിയുന്നു. ഒരുപക്ഷെ മറ്റ് മനുഷ്യരെ കരം കൊണ്ട് തൊടുവാൻ നമുക്ക് വിസമ്മതമായാലും നമ്മുടെ ഹൃദയം കൊണ്ട് അവരെ സ്പർശിക്കുവാൻ, നമ്മുടെ മനസ്സുകൊണ്ട് അവരെ സ്പർശിക്കുവാൻ, നമ്മുടെ സ്നേഹം കൊണ്ട് അവരെ സ്പർശിക്കുവാൻ നാം ബദ്ധശ്രദ്ധരായിരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അങ്ങനെ ചെയ്താൽ നാം ധന്യരായി തീർന്നു. തൊട്ടുകൂടാത്തതിനെ തൊട്ടതുകൊണ്ടാണ് നാം ഇന്ന് ഈ സൗഭാഗ്യം അനുഭവിക്കുന്നത്. ഞാൻ ഇന്ന് നിങ്ങളോട് സുവിശേഷം അറിയിക്കുന്നതും അതാണ്. ഇല്ലെങ്കിൽ ഇന്ന് ഞാൻ തൊട്ടുകൂടായ്മയുടെ ഭാഗമായി എവിടെയോ എവിടങ്ങളിലോ ഒക്കെ ആയിരിക്കുമായിരുന്നു. എന്നാൽ യേശു നമ്മെ തൊട്ടുകൂടാത്തതിനെ തൊട്ടു. നമുക്കും യേശുവിൻ്റെ മനസ്സും യേശുവിൻ്റെ ഹൃദയവും യേശുവിൻ്റെ സ്വഭാവവും ലഭ്യമാകുവാനായി പരിശ്രമിക്കാം. അതിലേക്ക് വേണ്ടി സർവശക്തിയുള്ള ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. കർത്താവെ, ആരും തൊടാത്തതിനെ, ആരും ഇഷ്ടപ്പെടാത്തതിനെ, ആരും സ്നേഹിക്കാത്തതിനെ, ചേരി പ്രദേശങ്ങളിൽ എറിഞ്ഞതിനെ, പാളയത്തിനപ്പുറത്തേക്ക് കർത്താവെ ഉപേക്ഷിച്ചതിന്, പാപികളെന്ന് പറഞ്ഞ് പുറന്തള്ളിയതിനെ, രോഗികളെന്ന് പറഞ്ഞ് പുറന്തള്ളിയതിനെ കർത്താവെ അങ്ങ് സ്നേഹിച്ചു, അങ്ങ് തൊട്ടു. അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും സൗഖ്യം പ്രാപിച്ചു, അനുഗ്രഹം പ്രാപിച്ചു. ഇന്നും തൊട്ടുകൊണ്ടിരിക്കുന്നു കർത്താവെ, ഇന്നും അങ്ങ് സ്പർശിച്ചുകൊണ്ടിരിക്കുന്നു. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും പല സ്ഥലത്തും ഇന്നും ഉയർന്നു നിൽക്കുമ്പോൾ കർത്താവെ, അവിടുത്തെ സന്ദേശം
നിന്നെ ഞാൻ ചേർത്തണയ്ക്കാം, നിന്നെ ഞാൻ തൊടാം, നിന്നെ ഞാൻ ആദരിക്കാം, നിനക്ക് ഞാനുണ്ട്. ഇങ്ങനെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ അങ്ങ് മനുഷ്യരെ ക്ഷണിക്കുന്നതിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഞങ്ങളിലുള്ള മനുഷ്യത്വം, ഞങ്ങളുള്ള ദൈവികത്വം മരവിച്ചു പോകുവാൻ അങ്ങ് അനുവദിക്കരുതേ എന്ന് ഞങ്ങളെ കൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആ ദൈവികത്വം ഞങ്ങളെ ജീവിക്കുവാൻ ഈ നാളുകളിൽ അങ്ങ് സഹായിക്കണമേ എന്നപേക്ഷിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. I believe in God, the Father Almighty, maker of heaven and earth, and in Jesus Christ, His only Son, our Lord, who was conceived by the Holy Spirit, born of the Virgin Mary, suffered under Pontius Pilate, was crucified, dead, and buried. He descended into hell. The third day He rose again from the dead. He ascended into heaven and sitteth on the right hand of God the Father Almighty. From thence He shall come to judge the quick and the dead. I believe in the Holy Spirit, the Holy Catholic Church, the communion of saints, the forgiveness of sins, the resurrection of the body, and the life everlasting. Amen. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് തലങ്ങളായി ഉണക്കാം. ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിലും പ്രവർത്തന മേഖലകളും ദൈവത്തിൻ്റെ കരുതലിനും കാവലുമായി ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈ നോമ്പിൻ്റെ നാളുകളിൽ ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കഴിഞ്ഞ ഒരു വർഷമായി ഞായറാഴ്ചകളിൽ അങ്ങേ ആരാധിക്കുവാൻ തന്ന വിവിധങ്ങളായ വഴികളെ ഞങ്ങൾ ഓർക്കുന്നു. അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവരെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഞങ്ങളുടെ സഭയുടെ പ്രൊജക്റ്റിനെ ഈ സമയത്ത് ഓർക്കുന്നു. ഞങ്ങളുടെ മധ്യേ രോഗികളായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ പ്രായത്തിലായിരിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് ഞങ്ങളുടെ അച്ഛനെയും കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയിലെ എല്ലാ സംഘടനകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കോവിഡ് എന്ന രോഗത്താൽ ബുദ്ധിമുട്ടിലായിരിക്കുന്നവർക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ എല്ലാ ആവശ്യങ്ങളെയും ഓർത്തുകൊണ്ട് ആരാധനക്രമത്തിലുള്ള രണ്ടാമത്തെ ലിത്തായി നമുക്ക് ഉപയോഗിക്കാം. ഓരോ അപേക്ഷയുടെ പിന്നാലെ കർത്താവേ കരുണയുണ്ടാകണമേ എന്ന് വാക്യം പറയാം. കർത്താവേ കരുണയുണ്ടാകണമേ. മേലിൽ നിന്നുള്ള സമാധാനത്തിന് വേണ്ടിയും നമ്മുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ലോകസമാധാനത്തിന് വേണ്ടിയും ദൈവത്തിൻ്റെ വിശ്വസഭയുടെ ക്ഷേമത്തിന് വേണ്ടിയും സകല മനുഷ്യരുടെയും ഐക്യത്തിന് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. സഭാ മേലധ്യക്ഷന്മാർക്ക് വേണ്ടിയും എല്ലാ ശുശ്രൂഷകർക്ക് വേണ്ടിയും നമ്മുടെ മോഡറേറ്റർക്ക് വേണ്ടിയും ഉത്തരേന്ത്യ സഭയുടെ മോഡറേറ്റർക്ക് വേണ്ടിയും മാർത്തോമാ സഭയുടെ മെത്രാപ്പോലിത്തയ്ക്ക് വേണ്ടിയും നമ്മുടെ ബിഷപ്പിന് വേണ്ടിയും അവർ ശുദ്ധഹൃദയത്തോടും നല്ല മനസ്സാക്ഷിയോടും കൂടെ തങ്ങളുടെ ശുശ്രൂഷയെ നിവർത്തിക്കേണ്ടതിനും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തെ എല്ലാ ഭരണകർത്താക്കൾക്ക് വേണ്ടിയും അധികാരത്തിലുള്ള മറ്റെല്ലാവർക്കു വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. രോഗികൾക്കും കഷ്ടപ്പെടുന്നവർക്കും ദുഃഖിതർക്കും മരിക്കാറായവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അഗതികൾക്കും വിശന്നിരിക്കുന്നവർക്കും അനാഥർക്കും വിധവമാർക്കും പീഡാനുഭവിക്കുന്നവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചവന്റെ സദ്ഗുണങ്ങൾ ഘോഷിക്കുവാൻ തക്കവണ്ണം നമുക്ക് വേണ്ടിയും ക്രിസ്തുവിന്റെ നാമം ഏറ്റുപറയുന്ന ഏവർക്ക് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ കർത്താവേ, നിന്റെ ആത്മാവ് ശരീരമാകുന്ന സഭയെ മുഴുവനും ഭരിച്ച് ശുദ്ധീകരിക്കുന്നുവല്ലോ. നിന്റെ വിശുദ്ധ സഭയിലെ എല്ലാ വിധത്തിലുമുള്ള ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കഴിക്കുന്ന അപേക്ഷകളെയും പ്രാർത്ഥനകളെയും കൈക്കൊള്ളണമേ. അതിലുള്ള ഓരോരുത്തരും അവനവൻ്റെ വിളിയിലും ശുശ്രൂഷയിലും നിന്നെ സത്യത്തോടും ഭക്തിയോടും സേവിക്കേണ്ടതിന് ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു മൂലം കൃപ അരുളണമേ. ആമേൻ. Glory be to God. Welcome one and all in the precious name of our Lord and Savior, Jesus Christ. This week, Brother Sunil has opened his doors to facilitate the Holy Communion at his residence at 10 a.m. May I invite all fellow believers
to partake in the Lord's table without fail. I urge you to continue to pray for our project, for the resolution of our financial crisis as well. Also, remind you to clear your dues, subscription dues, harvest dues, etc. at the earliest. We would be covering other parts of the town also to facilitate this Lord's table preparation. Thank you, Rijo and family, Sony and family, Achan, for helping us with this worship. God bless us all. Thank you. Our Father, who art in heaven, hallowed be thy name. Thy kingdom come, thy will be done on earth as it is in heaven. Give us this day our daily bread, and forgive us our trespasses, as we forgive those who trespass against us. And lead us not into temptation, but deliver us from evil. For thine is the kingdom, the power, and the glory, forever and ever. Amen. വിശ്വാസത്തോടുകൂടി നമുക്ക് നമ്മുടെ ആശീർവാദം കൈക്കൊള്ളാം. ദൈവത്തിൻ്റെ കരുണയുള്ള കൃപയിലും കാവലിലും ഞങ്ങൾ നിങ്ങളെ വരമേൽപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം നൽകുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ ഇടയിലുണ്ടായി നാം എല്ലാവരോടും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. the victory's won. In death